ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 PSC ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യപേപ്പർ 031/23. ചോദ്യം 1. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, 4ഉം ശരിയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു പിള്ളമാരും മാടമ്പിമാരും. പിന്നീട് കൊട്ടാരം കവികളായിട്ടുണ്ടായിരുന്നത് രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്. ദേവസം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നിവയുടെ എല്ലാം വർഗീകരണം നടത്തിയത് മല്ലൻ ശങ്കരനാണ്. മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്നത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു ഏരിയയാണ്. ചോദ്യം 2 ഡിലീറ്റഡ് ആണ്. ചോദ്യം 3. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3 കറക്റ്റാണ്. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യകേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഇതിലെ മെയിൻ പോയിന്റ്സ്: 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനമാണ് കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കിയത്. 1947 തൃശ്ശൂരിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഐക്യകേരള സമ്മേളനം ഐക്യകേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടക്കുന്നത്. ചോദ്യം 4. മധ്യകാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 3 ശരി. ഇന്തോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു. വക്കീൽ പ്രധാനമന്ത്രി, വസീർ ധനമന്ത്രി, മിർ ബക്ഷി കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രി, സദർ ഉസ് സുദൂർ മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല. മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തത്. ഇതിലെ മെയിൻ പോയിന്റ്സ്: അക്ബറിയാണ് നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്ന ഇന്തോ ഇസ്ലാമിക് സാഹിത്യം. പിന്നീട് അക്ബറിൻ്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയുടെ പേരാണ് വക്കീൽ, ധനമന്ത്രിയുടെ പേരാണ് വസീർ, കരസേനയുടെയും ഭരണത്തിൻ്റെയും ചുമതലയുള്ള മന്ത്രിയാണ് മിർ ബക്ഷി, മതത്തിൻ്റെയും ജീവകാരുണ്യത്തിൻ്റെയും ചുമതല നടത്തുന്നത് സദർ ഉസ് സുദൂറാണ്. ചോദ്യം 5. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 4ഉം ശരിയാണ്. പരിവ്രാജക, അലഞ്ഞു തിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം, തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി, ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബസന്റ് വിശ്വസിച്ചു. സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ചോദ്യം 6. തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 3 ശരി.
ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ഇതാണ് തീവ്രവാദത്തിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. ചോദ്യം 7. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 4ഉം ശരിയാണ്. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലിജ ഇംപെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സിൻ്റെ ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തക തുടർന്നു. ഇതാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള പ്രധാന വസ്തുതകൾ. ചോദ്യം 8 ഡിലീറ്റഡ് ആണ്. ചോദ്യം 9. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 3 ശരി. പുനഃസജ്ജീകരണവും പ്രീണനവും, മിലിറ്ററിസം, സാമ്രാജ്യത്വം, കൊളോണിയലിസം, മ്യൂണിക് കരാറുകളും തീരുമാനങ്ങളും. ഇത് 3 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ. ചോദ്യം 10. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 4ഉം ശരിയാണ്. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും, പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും, യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിധേയ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ഇന്ത്യൻ ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും, പത്രങ്ങളും ആനുകാലികങ്ങളും, ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും, യുദ്ധത്തിനു മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. ചോദ്യം 11. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതയിൽ സൂചിപ്പിക്കുന്ന അന്തരീക്ഷ പാളി തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ ആദ്യ 20 കിലോമീറ്റർ ഒരേ താപനിലയും അത് കഴിഞ്ഞ് 50 കിലോമീറ്റർ ഉയരം വരെ ഓസോൺ പാളിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ഓസോൺ പാളി അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കൊണ്ടും താപനില ഉയരുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ ചാലകമല്ലാത്ത മേഖലയാണ്. ഇവിടെ വായുവിൽ ഓക്സിജന്റെ അളവ് കുറവാണ്. ഇവിടെ ചെറിയ പൊടിയോ നീരാവിയോ ഉള്ള മേഘങ്ങൾ ഇല്ല. ഓസോൺ പാളിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അത് സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന് മനസ്സിലാവും. ചോദ്യം 12. റിവർ ഡെൽറ്റകളെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും താഴെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുകയും ചെയ്യുക. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 3 ശരി. നദീമുഖത്തുള്ള ഫാൻ ആകൃതിയിലുള്ള എക്കൽ അഥവാ മണൽത്തിട്ട പ്രദേശമാണ് ഡെൽറ്റ. ഡെൽറ്റയുടെ രൂപീകരണത്തിന് ആഴം കുറഞ്ഞ കടൽ, പാറക്കഷ്ണങ്ങളുടെ ഗണ്യമായ ഭാരം വഹിക്കുന്ന നദി, ശാന്തമായ ചില തീരം എന്നിവ ആവശ്യമാണ്. ഉയർന്ന വേലിയേറ്റമുള്ള കടലിൻ്റെ തീരത്താണ് ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത്. ചോദ്യം 13. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ സൂചിപ്പിക്കുന്ന സംസ്ഥാനം തിരിച്ചറിഞ്ഞ് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ട്, അത് ഏത് സംസ്ഥാനമാണെന്ന് തിരിച്ചറിയാനാണ്. ഈ സംസ്ഥാനത്തെ അൽവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. പൊഖ്രാൻ എന്ന പ്രദേശം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ജയ്സാൽമീർ ജില്ലയിലാണ്. സത്ലജ് നദീജലം ഉപയോഗപ്പെടുത്തിയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കനാലായ ഇന്ദിരാഗാന്ധി കനാൽ ഈ സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. രാജസ്ഥാനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സരിസ്ക ടൈഗർ റിസർവ്, പൊഖ്രാൻ, ഇന്ദിരാഗാന്ധി കനാൽ ഇതെല്ലാം രാജസ്ഥാൻ്റെ പ്രത്യേകതകളാണ്. ചോദ്യം 14. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. അപ്പോൾ നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. മാർച്ച് 21 വടക്കൻ അർദ്ധഗോളത്തിലെ വസന്തകാലമാണ്. ഇതിനെ വസന്തകാല സംബന്ധിയായ വിഷുവം എന്ന് വിളിക്കുന്നു. സെപ്റ്റംബർ 23 വടക്കൻ അർദ്ധഗോളത്തിലെ ശരത്കാലമാണ്. ഇതിനെ ശരത്കാല വിഷുവം എന്ന് വിളിക്കുന്നു. ജൂൺ 21 ഉത്തരധ്രുവം സൂര്യനിലേക്ക് ചായുന്നതിനാൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതും ചൂടുള്ളതും ആകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് വേനൽക്കാലമാണ്. ഇതിനെ വേനൽക്കാല അറുതി എന്ന് വിളിക്കുന്നു. ചോദ്യം 15.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഒരു ഉപദ്വീപീയ നദീവ്യവസ്ഥയെക്കുറിച്ചാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. ഇത് ഉദ്ഭവിക്കുന്നത് മഹാബലേശ്വരത്തിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ്. ഇതിൻ്റെ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ഈ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. ഈ നദി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ നദീവ്യവസ്ഥയാണ്. രണ്ടാമത്തെ ഉപദ്വീപീയ നദീവ്യവസ്ഥയാണ്. 1400 കിലോമീറ്റർ ആണ് ദൈർഘ്യം. മഹാബലേശ്വറിന് സമീപമുള്ള നീരുറവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികളാണ് ഭീമയും തുംഗഭദ്രയും. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ നദീവ്യവസ്ഥ ഒഴുകുന്നത്. ചോദ്യം 16. 2019-21 കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയായവ? 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 3 ശരി. 1, 2, 4. കൃഷിയെയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരുന്നു. ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം 17. റിവേഴ്സ് റിപ്പോ നിരക്ക് സൂചിപ്പിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെസിലിറ്റിക്ക് കീഴിലുള്ള യോഗ്യരായ സർക്കാർ സെക്യൂരിറ്റികളുടെ കൊളാറ്ററലിനെതിരെ ബാങ്കുകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് റിസർവ് ബാങ്ക് ദ്രവ്യത ആഗിരണം ചെയ്യുന്ന പലിശ നിരക്ക്. ആ പലിശ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ചോദ്യം 18. 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകളും. 2022-23 യൂണിയൻ ബജറ്റിലെ ഏറ്റവും വലിയ വരുമാന ഇനമാണ് കടം വാങ്ങലും മറ്റ് ബാധ്യതകളും. ചോദ്യം 19. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത് തെറ്റായ ലക്ഷ്യമാണ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് സഹകരണ ഫെഡറലിസം വളർത്തൽ, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ. ഈ 3 നീതി ആയോഗിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഒന്നുകൂടെ വായിക്കാം. സഹകരണ ഫെഡറലിസം വളർത്താൻ, തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപപ്പെടുത്തുന്നതിന് അറിവ്, നവീകരണം, സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ. ചോദ്യം 20. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അനുസരിച്ച് ഒരു ഉൽപ്പന്ന ബാധ്യതാ പ്രവർത്തനത്തിൽ ഒരു ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കുമെങ്കിൽ. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 4 കറക്റ്റാണ്. ഉൽപ്പന്നത്തിൽ ഒരു നിർമ്മാണ വൈകല്യം അടങ്ങിയിരിക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയിലെ പിഴവ് ഓർ വൈകല്യം. പാലിക്കപ്പെടേണ്ട നിർമ്മാണ സവിശേഷതകളിൽ നിന്നും ഉള്ള വ്യതിയാനം. ഉൽപ്പന്നം എക്സ്പ്രസ് വാറണ്ടിയുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതാണ് ഉൽപ്പന്ന നിർമ്മാതാവ് ബാധ്യസ്ഥനായിരിക്കുന്ന കാര്യങ്ങൾ. ചോദ്യം 21. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? സോഷ്യലിസ്റ്റ് എന്ന വാക്ക് 42ാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. ചോദ്യം 22. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? നെഹ്റു അംഗമല്ല. അംഗമായവർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള. ചോദ്യം 23. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക ഭൂരിപക്ഷത്തോടെ മാത്രമാണ് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേക ഭൂരിപക്ഷം. ചോദ്യം 24. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പില്ല. അതാണ് ശരി. ഇന്ത്യൻ ഭരണഘടനയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രത്യേക ഉറപ്പ് ഇല്ല. ചോദ്യം 25. ഇന്ത്യയിൽ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 ഏർപ്പെടുത്തിയിട്ടുണ്ട്? 3 തവണയാണ്. ആദ്യത്തെ അടിയന്തരാവസ്ഥ 1962 ഒക്ടോബർ 26 മുതൽ 1968 ജനുവരി 10 വരെയും, രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1971 ഡിസംബർ 3 മുതൽ 1977 മാർച്ച് 21 വരെയും,
മൂന്നാമത്തെ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 23 വരെയുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തേത് 1962, രണ്ടാമത്തേത് 1971, മൂന്നാമത്തേത് 1975. ഇതാണ് ആർട്ടിക്കിൾ 352 ഇന്ത്യയിൽ 3 തവണയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യം 26 ക്യാൻസൽഡ് ആണ്. ചോദ്യം 27 ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയെ തിരിച്ചറിയുക. അപ്പോൾ ദേശീയ പാർട്ടി ആയവർ ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. 2022 ഡാറ്റ പ്രകാരമാണ് ഭാരതീയ ജനതാ പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഇതിലെ നാലാമത്തെ ഓപ്ഷനായ ആം ആദ്മി പാർട്ടി ഇതിൽ ഉൾപ്പെടുന്നില്ല. ചോദ്യം 28 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് എത്ര സമയം നൽകിയിട്ടുണ്ട്? 48 മണിക്കൂറാണ്. 48 മണിക്കൂറാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ കുറിച്ചുള്ള ആശങ്കകൾക്കായി ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വിതരണം ചെയ്യുന്നതിന് നൽകിയിട്ടുള്ള സമയം. ചോദ്യം 29 ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കുന്നതിനുള്ള യോഗ്യത താഴെ പറയുന്നവയിൽ ഏതാണ്? സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജിക്ക് മാത്രമേ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കാൻ പറ്റുള്ളൂ. സേവനമനുഷ്ഠിക്കുന്നതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജിയാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കാൻ യോഗ്യതയുള്ളത്. ചോദ്യം 30 ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? കർണാടക. ഭൂമി പദ്ധതി ആരംഭിച്ചത് കർണാടക. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേര്? കൂടിയാട്ടം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടകവേദിയുടെ പേരാണ് കൂടിയാട്ടം. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി? ആറന്മുള. ആറന്മുളയാണ് കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി. ചോദ്യം 34 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ഇറ്റലി. 2026 വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇറ്റലി. രാമകഥാ പാട്ടിന്റെ രചയിതാവ് ആരാണ്? അയ്യപ്പിള്ള ആശാൻ. അയ്യപ്പിള്ള ആശാനാണ് രാമകഥാ പാട്ടിന്റെ രചയിതാവ്. ചോദ്യം 36 തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ ജീവിതകഥ ചിത്രീകരിച്ചിരിക്കുന്ന മലയാള കവി ആര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലിൽ പ്രതിപാദിക്കുന്നത്. ചോദ്യം 37 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? 1888. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം. ചോദ്യം 38 തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര്? അയ്യങ്കാളി. അയ്യങ്കാളി എന്നാണ് തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര്. കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത്? കുസാറ്റ്. കുസാറ്റ് ആണ് കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? കെലിയൻ എംബാപ്പെ. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് കെലിയൻ എംബാപ്പെ. ചോദ്യം 41 താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? കമ്പൈലർ. കമ്പൈലർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ. 42 താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? റൂട്ടറിനെ മാത്രമാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ചോദ്യം 43 ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഫ്രോണ്ടിയർ HPE ക്രേ EX235A. ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ HPE ക്രേ EX235A. ചോദ്യം 44 മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. ബിങ് ആണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ. ചോദ്യം 45 മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണരൂപം? സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSDയുടെ പൂർണ്ണരൂപമാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ചോദ്യം 46 ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനാര്?
നരീന്ദർ സിംഗ് കപാനിയാണ് ഫൈബർ ഓപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ. നരീന്ദർ സിംഗ് കപാനി. ചോദ്യം 47. ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ്? ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം. ചോദ്യം 48. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാൻ പറ്റാത്ത ഊർജ്ജ സ്രോതസ്? ആണവോർജം. പുനരുപയോഗിക്കാൻ പറ്റാത്തതാണ് ആണവോർജം. പറ്റുന്നത് ജലവൈദ്യുതി, കാറ്റൂർജം, ബയോ എനർജി. ജലവൈദ്യുതി, കാറ്റോർജം, ബയോ എനർജി എന്നിവ പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ചോദ്യം 49 ഡിലീറ്റഡ് ആണ്. ചോദ്യം 50. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഈ ഒരു ചോദ്യപേപ്പറിലെ 50 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേരം പഠിച്ചതിൽ ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ചോദ്യം ചോദിക്കാം. രാമകഥാപാട്ടിൻ്റെ രചയിതാവ് ആരാണ്? അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതാം. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, രാമകഥാപാട്ടിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇനി നെക്സ്റ്റ് 037/23 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചോദ്യം 1. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേര്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ചോദ്യം 3. 1921 ആദ്യ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വെച്ചാണ് 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത്. ചോദ്യം 4. ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ സംഘടനയാണ് ആത്മീയ സഭ. ചോദ്യം 5. താഴെ പറയുന്നവയിൽ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്? ആക്ട് ഓഫ് 1919. 1919 ആക്ടാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേന്ദ്രത്തിൽ ഒരു ദ്വിസഭ നിയമനിർമ്മാണത്തിന് നൽകിയിട്ടുള്ളത്. ചോദ്യം 6. 1920 INC സെഷൻ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. എവിടെയാണ് സെഷൻ നടന്നത്? നാഗ്പൂരിൽ. നാഗ്പൂരിൽ വെച്ച് നടന്ന 1920 INC സമ്മേളനമാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത്. ചോദ്യം 7. ചൈനയിൽ ചരിത്രപരമായ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? മാവോ സെതൂങ്. മാവോ സെതൂങ് ആണ് ചൈനയിൽ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ചോദ്യം 8. താഴെ തന്നിരിക്കുന്നവയിൽ UNOയുടെ ഔദ്യോഗിക ഭാഷയല്ലാത്തത് ഏത്? ജർമ്മൻ ഔദ്യോഗിക ഭാഷയല്ല. ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് ഇംഗ്ലീഷ്, അറബിക്, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, ചൈനീസ് എന്നിവയാണ്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, റഷ്യൻ, ചൈനീസ്, അറബിക് എന്നിവയാണ് UNOയുടെ ഔദ്യോഗിക ഭാഷകൾ. ചോദ്യം 9. നമീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ദേശീയ ഉദ്യാനം? കുനോ. കുനോ ദേശീയോദ്യാനത്തിലാണ് നമീബിയൻ ചീറ്റകളെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നത്. ചോദ്യം 10. ആദ്യ കേരള ജ്യോതി അവാർഡ് 2022 നേടിയത് ആര്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ അന്തരിച്ചത് എപ്പോഴാണ്? അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതണേ. MT വാസുദേവൻ നായർ അന്തരിച്ചത് 2022 ആദ്യ കേരള ജ്യോതി അവാർഡ് MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത്. ചോദ്യം 11. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരി ഏതൊക്കെയാണെന്നാണ്? 1, 3 ശരി. ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദ വലയത്തിൽ നിന്ന് മധ്യമേഖല താഴ്ന്ന മർദ്ദ വലയത്തിലേക്ക് വാണിജ്യവാദം വീശുന്നു. വാണിജ്യവാദം വീശുന്നത് ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദ വലയത്തിൽ നിന്ന് മധ്യമേഖല താഴ്ന്ന മർദ്ദ വലയത്തിലേക്കാണ് വീശുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വാണിജ്യവാദം ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നു. വാണിജ്യവാദത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഒരേ ദിശയിൽ സ്ഥിരമായി വീശുന്നതാണ്. ചോദ്യം 12. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ പൊരുത്തപ്പെടുത്തി ശരിയാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അണക്കെട്ടുകളും നദിയുമാണ് കൊടുത്തത്. പോത്തുണ്ടി ഭാരതപ്പുഴയാണ്. പോത്തുണ്ടി വരുന്നത് ഭാരതപ്പുഴ. പെരിങ്ങൽകുത്ത് ചാലക്കുടി പുഴ. ശെങ്കുളം മുതിരപ്പുഴ. പേപ്പാറ കരമന. ചോദ്യം
13 ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരിച്ചറിയുക. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായവ വായിക്കാം. ആഗ്നേയ ശിലകൾ അഗ്നിപർവ്വതത്തിൻ്റെ തരത്തിലാണ്, അതിനാൽ ഫോസിലുകളല്ല. കരിങ്കല്ലും ബസാൾട്ടും അഗ്നിശിലകളുടെ ഉദാഹരണങ്ങളാണ്. ഭൂമിയിൽ രൂപപ്പെടുന്ന പ്രാഥമിക പാറകളാണ് ആഗ്നേയ ശിലകൾ. ചോദ്യം 14. താഴെ കൊടുത്തിരിക്കുന്ന എത്ര ജോഡികൾ ശരിയായി പൊരുത്തപ്പെടുന്നു? തന്നിരിക്കുന്നവയിൽ 2 ജോഡികൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബനിഹാൾ ജമ്മു ആൻഡ് കാശ്മീർ ശരിയാണ്. റോത്താങ് ഹിമാചൽ പ്രദേശ് അതും ശരിയാണ്. ലിപ്പു ലേക്ക് വരുന്നത് ഉത്തരാഖണ്ഡിലും ഷിപ്കില വരുന്നത് ഹിമാചൽ പ്രദേശിലുമാണ്. ചോദ്യം 15. 2021 മാർച്ചിൽ സൂയസ് കനാലിൻ്റെ തെക്കേ അറ്റത്ത് കുടുങ്ങിയ ചരക്ക് കപ്പലിൻ്റെ പേര് നൽകുക. എവർ ഗിവൺ എന്ന കപ്പലാണ് 2021 മാർച്ചിൽ സൂയസ് കനാലിൻ്റെ തെക്കേ അറ്റത്ത് കുടുങ്ങിയത്. ചോദ്യം 16. റവന്യൂ, ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അറ്റ റവന്യൂ രസീതുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ ചെലവ് ഇവയിൽ ഏതാണ്? ധനക്കമ്മിയാണ്. റവന്യൂ, ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അറ്റ റവന്യൂ രസീതുകൾ, വായ്പകളുടെ വീണ്ടെടുക്കൽ, മറ്റ് രസീതുകൾ എന്നിവയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ ചിലവ്. ചോദ്യം 17. നിർമ്മാണം ദ്വിതീയ മേഖലയുടെ ഭാഗമാണ്. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് നിർമ്മാണം. ചോദ്യം 18. ശരിയായ പ്രസ്താവന. ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ വ്യക്തിഗത വരുമാനത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിഗത വരുമാനത്തിൻ്റെ ഭാഗമാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ. ചോദ്യം 19. ഇന്ത്യയിൽ GDPയുടെ മേഖലാ സംഭാവനയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? 1ഉം 2ഉമാണ് ശരി. പ്രാഥമിക മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. ദ്വിതീയ മേഖലയുടെ ശതമാന വിഹിതം കാലക്രമേണ കുറഞ്ഞു. അതായത് പ്രാഥമിക മേഖലയുടെയും ദ്വിതീയ മേഖലയുടെയും ശതമാന വിഹിതം കാലക്രമേണ കുറയുകയാണ് ചെയ്യുന്നത്. ചോദ്യം 20. സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച നയസംയോജനം ഏതാണ്? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകളുടെ ഓപ്പൺ മാർക്കറ്റ് വിൽപ്പന. ഇതൊക്കെയാണ് സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിന് RBIയുടെ ഏറ്റവും മികച്ച നയസംയോജനങ്ങൾ. ചോദ്യം 21. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയുക. ഹൻസ ജീവരാജ് മെഹ്തയാണ് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗം. ചോദ്യം 22. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം ഏതാണ്? ത്രിതല സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഇതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. ചോദ്യം 23. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക ഓഫീസർ പരിഗണിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1956 ശുപാർശ ചെയ്തതാണ്. ചോദ്യം 24. സംസ്ഥാന നയത്തിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതായത് DPSPയെ സംബന്ധിച്ച താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 2ഉം 3ഉമാണ്. ചില ആശയങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളുടെ പ്രതിഫലനമാണ്. സർക്കാരിൻ്റെ പ്രകടനം അളക്കാനുള്ള അളവുകോലാണ്. ചോദ്യം 25. കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ വിശദീകരണം അല്ലാത്തത്? അപ്പോൾ ശരിയായ വിശദീകരണങ്ങൾ മാത്രം വായിക്കാം. അത് ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നു. കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ അടങ്ങിയിരിക്കുന്നു. ഈ വിതരണ പദ്ധതി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എൻട്രി 20A ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും 1976 കൺകറന്റ് ലിസ്റ്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയ വിഷയമായിരുന്നു. ചോദ്യം 26. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഭരണത്തെ വിശദീകരിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? വിൻസെന്റ് ഡി ഗൂർണയാണ് ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ചോദ്യം 27. ടോൾ ഫ്രീ നമ്പർ 1800114400 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1800114400. ചോദ്യം 28.
ഇന്ത്യയിലെ ദേശീയ പാർട്ടികളെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1, 2, 4 ശരി. ഇന്ത്യയിൽ ഇന്ന് 8 ദേശീയ പാർട്ടികളുണ്ട്. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 6%-വും ലോകസഭയിലെ 4 അംഗങ്ങളും ആവശ്യമാണ്. നാഷണൽ പീപ്പിൾസ് പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. ചോദ്യം 29. ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. ഈ നിയമത്തിന് 2013 സെപ്റ്റംബറിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. സോഷ്യൽ ഇമ്പാക്റ്റ് പഠനം നിർബന്ധമായും നടത്തണം. ഭൂമി ഏറ്റെടുക്കൽ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് ഈ നിയമം ശരിയായി അംഗീകരിച്ചു. ചോദ്യം 30. എപ്പോഴാണ് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത്? 1922. 1922 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്താൻ തുടങ്ങിയത്. ചോദ്യം 31. 2020 സമ്മർ ഒളിമ്പിക്സ് ഏത് സ്ഥലത്താണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്? ടോക്കിയോ. ടോക്കിയോയിലാണ് 2029 സമ്മർ ഒളിമ്പിക്സ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. ചോദ്യം 32. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി പത്മശ്രീ നേടിയ വർഷം? 2017. പത്മശ്രീ നേടിയ വർഷമാണ് 2017. ജ്ഞാനപീഠം നേടിയത് 2019. ചോദ്യം 33. താഴെ പറയുന്ന ചിത്രങ്ങളിൽ ഏതാണ് മികച്ച ചിത്രത്തിനുള്ള 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്? വാസന്തി. 50ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ചിത്രം വാസന്തി. ചോദ്യം 34. യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടാത്ത കലാരൂപം ഏതാണ്? പുലികളി ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടുന്നത് കൂടിയാട്ടം, മുടിയേറ്റ്, കൽബിലിയ എന്നീ കലാരൂപങ്ങളെല്ലാം യുനെസ്കോ അംഗീകരിച്ച പൈതൃക കലാരൂപങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ചോദ്യം 35. ഓസ്ട്രേലിയൻ ഓപ്പൺ 2021 വനിതാ സിംഗിൾസ് ചാമ്പ്യൻഷിപ്പിനൊപ്പം നവോമി ഒസാക്ക എത്ര ഗ്രാൻഡ് സ്ലാമുകൾ നേടി? 4. നവോമി ഒസാക്ക 2021 ഓസ്ട്രേലിയൻ ഓപ്പൺ ഉൾപ്പെടെ 4 ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുണ്ട്. ചോദ്യം 36. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്ന സംസ്ഥാനം? ഒഡീഷ. ഒഡീഷയാണ് ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആഘോഷിക്കുന്നത്. ചോദ്യം 37. കൈകൊണ്ട് വരച്ച ഒരുതരം തുണിത്തരമാണ് കലങ്കാരി പെയിന്റിംഗ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഇത് നിർമ്മിക്കുന്നത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നിർമ്മിക്കുന്ന ഒരുതരം കൈകൊണ്ട് വരച്ച തുണിത്തരമാണ് കലംകാരി പെയിന്റിംഗ്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപമാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക. ക്യൂ എന്ന പദം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ് ഗെയിമുമായി ബന്ധപ്പെട്ടതാണ് ക്യൂ. ചോദ്യം 40. ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? രാധിക മേനോൻ. രാധിക മേനോനാണ് ഇന്ത്യൻ മർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ. ചോദ്യം 41. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? ക്യാഷെ. ക്യാഷെ മെമ്മറിയാണ് കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി. ചോദ്യം 42. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത് സിസ്റ്റം കോളുകൾ. സിസ്റ്റം കോളുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇന്റർഫേസ് നൽകുന്നത്. ചോദ്യം 43. IPv4 അഡ്രസ് ഒരു 32 ബിറ്റ് അഡ്രസ്സാണ്. IPv4 ഒരു 32 ബിറ്റ് അഡ്രസ്സാണ്. ചോദ്യം 44. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് TCP അഥവാ IP ഉപയോഗിച്ചാണ്. ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് TCP അഥവാ IP ഉപയോഗിച്ചാണ്. ചോദ്യം 45. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000 IT ആക്ടിന്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്? സെക്ഷൻ 4. സെക്ഷൻ 4 ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം IT ആക്ട് 2000 കൈകാര്യം ചെയ്യുന്ന വിഭാഗം. ചോദ്യം 46. താഴെ പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകാത്ത അസുഖം ഏതാണ്? ഉണ്ടാകുന്നത് പറയാം. കോളറ, മെനിഞ്ചൈറ്റിസ്, ക്ഷയരോഗം. കോളറ, മെനിഞ്ചൈറ്റിസ്, ക്ഷയരോഗം ഇതെല്ലാം ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ചോദ്യം 47. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂരാണ് ISROയുടെ ആസ്ഥാനം വരുന്നത്. ചോദ്യം 48. ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്ന് എത്ര ശതമാനം വൈദ്യുതി വരുന്നു? 3% വൈദ്യുതിയാണ് ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ നിന്നും വരുന്നത്. ചോദ്യം 49. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത്? സഹ്യാദ്രി പർവ്വതനിര എന്നാണ് പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര്.
ചോദ്യം 50. അന്തരീക്ഷ ആർദ്രത അളക്കാൻ താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ഹൈഗ്രോമീറ്റർ ആണ് അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 50 GK ക്വസ്റ്റ്യൻസ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ചൈനയിൽ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ്? ചൈനയിൽ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നന്നായി പഠിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. 047/23. ചോദ്യം 1. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം? 1498. 1498 വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തുന്നത്. ചോദ്യം 2. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്. ചോദ്യം 3. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം എഴുതിയത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ചോദ്യം 5. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിന്റെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്? ദിവാൻ-ഇ-ഗാസ്, ഡൽഹി. ചോദ്യം 6. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? വിവേകാനന്ദൻ. വിവേകാനന്ദൻ സ്ഥാപിച്ച മിഷനാണ് രാമകൃഷ്ണ മിഷൻ. ചോദ്യം 7. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദിയാണ് ദാദാബായ് നവറോജി. ഡ്രെയിൻ സിദ്ധാന്തം ദാദാബായ് നവറോജി. ചോദ്യം 8. ബാസ്റ്റിലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്റ്റിലിൻ്റെ പതനം. ചോദ്യം 9. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ഫസൽ അലി. ഫസൽ അലിയാണ് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത്. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നു. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നത് 1999 കാർഗിൽ യുദ്ധമാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നാണത് അറിയപ്പെടുന്നത്. ചോദ്യം 11. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1ഉം 2ഉമാണ് ശരി. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. പാലക്കാട് വിടവ് അഥവാ പാലക്കാട് പാസ്, പാലക്കാട് ചുരം മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. ചോദ്യം 12. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിക്കുന്നത്. താമരശ്ശേരി ചുരം, കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. വടക്ക് നിന്ന് തെക്കോട്ടാണ് താമരശ്ശേരി ചുരം, കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. ചോദ്യം 13. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയായത് മാത്രം വായിക്കാം. ഉയർന്ന കാറ്റിൻ്റെ വേഗതയുള്ള താഴ്ന്ന മർദ്ദകേന്ദ്രം. എല്ലാ ഡിപ്രഷനുകളും ചുഴലിക്കാറ്റായി മാറുന്നില്ല. ക്യുമുലോ നിംബസ് മേഘം ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രത്തെ വലയം ചെയ്യുന്നു. ചോദ്യം 14. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ് ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങൾ. ചോദ്യം 15. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ആഫ്രിക്കൻ സവന്ന. ആഫ്രിക്കൻ സവന്ന അറിയപ്പെടുന്ന പേരാണ് ബിഗ് ഗെയിം കൺട്രി. ചോദ്യം 16. 2022-23 ബജറ്റിൽ
റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? PM ഗതിശക്തി. ചോദ്യം 17. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ശരാശരി 7.9%. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ചാ ശതമാനമാണ് ശരാശരി 7.9%. ചോദ്യം 18. RBI സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. 3 ശരിയാണ്. വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുക, സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. ചോദ്യം 19. നീതി ആയോഗിന്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? വനിതാ ശിശുവികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. ചോദ്യം 20. 2022 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിന് ലഭിച്ചു? ബാങ്കുകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് ലഭിച്ചത്. ചോദ്യം 21. വെബറിന്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 3, 4 ശരി. തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. ചോദ്യം 22. CEDAW സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. CEDAW സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദ്യം 23. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ചോദ്യം 24. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? VR കൃഷ്ണയ്യർ. VR കൃഷ്ണയ്യരുടെ പുസ്തകമാണ് മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും. ചോദ്യം 25. ഋഷി സുനകന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ലിസ് ട്രസ്. ലിസ് ട്രസ് ആണ് ഋഷി സുനകന് മുമ്പ് UK പ്രധാനമന്ത്രി. ചോദ്യം 26. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389. 389 ആണ് 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ. ചോദ്യം 27. മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ഓർഡർ: ചമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം, മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെൻറ്. ചെമ്പകം ദൊരൈരാജൻ, ഗോലക്നാഥ്, കേശവാനന്ദ ഭാരതി, മിനർവ മിൽസ് ലിമിറ്റഡ്. ഇതാണ് ഓർഡർ വരുന്നത്. ചോദ്യം 28. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം അഥവാ നികുതി സർക്കാരിലേക്ക് അടയ്ക്കാനുമുള്ള ഉത്തരവാദിത്തമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേരാണ് റയത്ത്വാരി സമ്പ്രദായം. റയത്ത്വാരി സമ്പ്രദായത്തിൽ കർഷകൻ തന്നെയാണ് ഭൂമിയുടെ ഉടമസ്ഥൻ. ഭൂമിയുടെ വരുമാനം സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തവും കർഷകന് ഉണ്ട് റയത്ത്വാരി സമ്പ്രദായത്തിൽ. ചോദ്യം 29. പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൽ ഏതാണ് തെറ്റ്? ശരിയായത് മാത്രം വായിക്കാം. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റ് എല്ലാ തലത്തിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചോദ്യം 30. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ്. ഏത് ഇന്ത്യൻ ഭരണഘടനയിലെ താഴെ പറയുന്ന ആർട്ടിക്കിളുകളിൽ ഏതാണ്? ആർട്ടിക്കിൾ 355. ആർട്ടിക്കിൾ 355 ആണ് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയന്റെ കടമയാണ് എന്ന് പറയുന്നത്. ചോദ്യം 31. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? തപ്പും ചെണ്ടയും. തപ്പും ചെണ്ടയുമാണ് പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ. ചോദ്യം 32. കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ്? ചീരാമ കവി. ചീരാമ കവിയാണ് കേരള ചോസർ എന്ന് അറിയപ്പെടുന്നത്.
ചോദ്യം 33. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ചൈനയാണ് 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ചോദ്യം 34. ഏത് പ്രത്യേക കായിക ഇനത്തിലാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? യാച്ച് റേസിംഗിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്. ചോദ്യം 35. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? കബഡി എന്നുള്ളത് 2025 ഡിഗ്രി പ്രിലിംസിനും ചോദിച്ച ക്വസ്റ്റ്യനാണ്. ചോദ്യം 36. ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടതാണ് ചെട്ടിക്കുളങ്ങര ഭരണി. 37. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. ചോദ്യം 38. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്? ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത്. ചോദ്യം 39. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബാലൈഫിനെ പ്രഖ്യാപിച്ചത്? BCCI ആണ് ഹെർബാലൈഫിനെ ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി പ്രഖ്യാപിച്ചത്. ചോദ്യം 40. ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഭോപ്പാലിലാണ് ജോയിന്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. ചോദ്യം 41. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ്? ഒന്നാമത്തെ തെറ്റാണ്, അപ്പം ശരിയായത് വായിക്കാം. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ചോദ്യം 42. താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരിയാണ്? 1ഉം 2ഉമാണ് ശരി. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ചോദ്യം 43. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? സ്പൂളിങ്ങിന് ബന്ധമില്ല, ഇപ്പോൾ വെർച്വൽ മെമ്മറിയായിട്ട് ബന്ധമുള്ളത് വായിക്കാം. സ്വാപ്പിംഗ്, ഡിമാൻഡ് പേജിംഗ്. സ്വാപ്പിങ്ങും ഡിമാൻഡ് പേജിങ്ങും വെർച്വൽ മെമ്മറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 44. റാംസം വെയറിനെ കുറിച്ച് ശരിയായ പ്രസ്താവനയാണ്. ഒന്നും ശരിയല്ല, അതുകൊണ്ടത് വേണ്ട. 45. ഉബുണ്ടു 20.04 LTS ഫോക്കൽ ഫോസ എന്നാണ് അറിയപ്പെടുന്നത്. ഫോക്കൽ ഫോസ എന്നറിയപ്പെടുന്നത് ഉബുണ്ടു 20.04. ചോദ്യം 46. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1, 3 ശരിയാണ്. CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. മിഷൻ EOS 03 വിജയിച്ചില്ല. ചോദ്യം 47. DRDOയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 2 മാത്രമാണ് ശരി. ഇൻസാസ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. ഇൻസാസ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. ചോദ്യം 48. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക? ടൈഫോയിഡ് നിർണ്ണയിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ചോദ്യം 49. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്താവനകളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക. ചോദ്യം 50. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം? നാഗ്പൂർ ആണ് 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം. 2023 ഡിഗ്രി പ്രിലിംസിന് PSC ചോദിച്ചിട്ടുള്ള എല്ലാ GK ക്വസ്റ്റ്യൻസും നമ്മളിപ്പം ഒന്ന് ക്വിക്ക് റിവിഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. കേരള ചോസർ എന്ന് അറിയപ്പെടുന്നത് ആര്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ടെൻഷനൊന്നും ഇല്ലാതെ എക്സാം എഴുതുക. ഓൾ ദ